ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി അപമാനങ്ങൾ സഹിച്ചത് മതി. ഏറ്റ അപമാനങ്ങൾക്കും പുച്ഛങ്ങൾക്കും മറുപടി ചോദിക്കാനാണ് തീരുമാനം. ഇനി എന്താ പറയുക, ഒന്നും വയ്യ, എല്ലാത്തിനും മറുപടി ചോദിക്കണം. പലരുടെ നെഞ്ചത്തേക്ക് ചവിട്ടുന്ന കാലത്തെ വരവേൽക്കണം. പലരുടെയും വെട്ടിക്കൂട്ടിയിരുന്ന ആ കാലങ്ങളെ തിരികെ പിടിക്കണം. അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനം. അത് തന്നെയാണ് ഓരോ ആരാധകനും വേണ്ടത്. എല്ലാം സമർപ്പിച്ച ആരാധകർ, സ്വന്തം ആരാധകർ തന്നെ ഈ സീസണിൽ മറ്റ് ടീമുകളുടെ ചവിട്ട് കൊള്ളാനാണ്, മറ്റ് ടീമുകളുടെ അടികൊണ്ട് എന്താ പറയുക മെഴുകാനാണ് പോകുന്നതെന്ന് ഈ പോക്കെന്ന് പറഞ്ഞപ്പോൾ അതല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഡിയർ നിഖിൽ വി നബകഥ, താങ്കളെ ഇപ്പോൾ ഈ ആരാധകർ വാഴ്ത്തുന്നത് പോലെ ഇതേപോലെ ഓരോന്ന് കൊടുത്തു കൊണ്ടിരുന്നാൽ ഈ അതേ കല്ലെറിഞ്ഞ അതേ ആരാധകർ തന്നെ നിങ്ങളെ പുകഴ്ത്തും. അവർ അത്രയും സമർപ്പിച്ചാണ്, ഞാൻ ഉൾപ്പെടെ ഓരോ ആരാധകരും അത്രയും സമർപ്പിച്ചാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയാൽ നല്ലത്. അല്ലേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എല്ലാം കെവിൻ ജോക്കിന്റെ സൈനിങ്ങോടെ എല്ലാം അവസാനിച്ചു എന്ന് എടുത്തു നിന്ന് തീർന്നിട്ടില്ല രാമ, ഇനിയുമുണ്ട് ബാക്കി, ഒന്നുകൂടുണ്ടെന്നല്ല ഇനിയുമുണ്ട് ബാക്കി എന്നും പറഞ്ഞാണ് വൈറലാകിയതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈക്കോട്ട്മെന്റ് ഒരു പണി. ആദ്യം തന്നെ നമ്മുടെ ഫുട്ബോളിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം ചെയ്ത നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. ആദ്യമേ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്, ഒന്ന് ക്ഷമിക്കണേ, ഐ റിയലി അപ്പോളജി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചത് വിറ്റർ ബെർത്തമിയോ എന്ന ഒരു സ്പാനിഷ് സെൻട്രൽ ഫോർവേഡിനെയാണ്. അദ്ദേഹത്തിന് വിവിധ പൊസിഷനുകളിൽ അദ്ദേഹത്തിന് കളിക്കാനാകും. വിറ്റർ ബെർത്തമിയോയ്ക്ക് സ്പെയിനിലാണ് അദ്ദേഹം മിക്ക സമയം അദ്ദേഹത്തിന്റെ കരിയർ ചെലവഴിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യ കരിയർ എന്ന് പറയുന്നത് അപ്പസ്റ്റിയോ എന്ന് പറയുന്ന ഒരു ക്ലബിലൂടെയാണ് തന്റെ കരിയർ അദ്ദേഹം ആരംഭിക്കുന്നത്. യൂത്ത് കരിയർ ജിംനാസ്റ്റിക്കയിൽ ആരംഭിച്ചു, പിന്നീട് സീനിയർ കരിയർ ജിംനാസ്റ്റിക്കയിൽ തന്നെ ആരംഭിക്കുന്നു. പിന്നീട് അദ്ദേഹം പ്രാറ്റ് എന്ന് പറയുന്ന ഒരു ക്ലബിലേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹം ഹോട്ട് എന്ന് പറയുന്ന ഒരു ക്ലബിലേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹം ഗേസ് യുണൈറ്റഡ് എന്ന് പറഞ്ഞ ക്ലബിലേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹം വരുന്നത് SG സിജിയ എന്ന് പറയുന്നൊരു ക്ലബിലേക്കാണ്. ഇറ്റാലിയൻ ക്ലബ്ബാണ്, ഹോങ്കോങ് ക്ലബ്ബാണ്. അപ്പം അദ്ദേഹം അവിടേക്കൊക്കെ പോകുന്നു. പിന്നെ ഹോങ്കോങ് പ്രീമിയർ ലീഗിൽ ഉൾപ്പെടെ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, അവിടെ കപ്പുകൾ നേടിയ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അദ്ദേഹത്തിനുണ്ട്. ഇറ്റലിയിൽ ഉൾപ്പെടെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ വമ്പൻ എക്സ്പീരിയൻസുകളുമായി യൂറോപ്പിന്റെ ഏഷ്യയുടെയും ഇടകലർന്ന എക്സ്പീരിയൻസുകളുമായാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് എൻ്റെ ഓർമ്മ ശരിയാണ് 33 വയസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ്, സോ അറിയില്ല എന്താണെന്ന്. എന്തായാലും ഏജ് ജസ്റ്റ് നമ്പർ എന്ന് തന്നെ നമുക്ക് അതിനെ കരുതാം. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഞാൻ വളരെ എക്സൈറ്റിംഗ് ആണ് ഈ ക്ലബിന് വേണ്ടി കളിക്കാൻ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമ്മുടെ സിഒയും പറയുന്നത്, നമ്മുടെ അഭിക് ചാറ്റർജി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ ഏഷ്യൻ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഉപകരിക്കും എന്ന രീതിയിലാണ് അദ്ദേഹവും പറയുന്നത്. ഇനി ലേറ്റസ്റ്റ് ആയി തുടർച്ചയായ അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു തുടർച്ചയായ ദിവസങ്ങളിലാണ് സൈനിങ് വരുന്നത്. ഉമർബ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ഗെനിയൻ താരത്തെയാണ് എത്തിച്ചിരിക്കുന്നത്. ഒന്ന് ബാക്കിലോട്ട് പോവേ, ഫ്ലാഷ് ബാക്ക് കാണാം കോക്കോവാൾ. ആ കാണാം കോക്കോവാൾ എന്ന് പറഞ്ഞെടുത്ത് തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ട്രോമയാണ് ആഫ്രിക്കൻ താരങ്ങൾ നിൽക്കുമ്പോൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധനം. എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം വരികയാണ്, ആ കെനിയയിൽ നിന്ന് അദ്ദേഹം വരികയാണ് ഒമർബ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 31 വയസ്സാണ് അദ്ദേഹത്തിന്. സെൻട്രൽ ബാക്കായി കളിക്കാനാകും. 90 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്, അതായത് ഒരു ടവർ പ്രസൻസ് ആണ് അദ്ദേഹം ഡിഫൻസിൽ നൽകുന്നത്. പിന്നീട് അദ്ദേഹം UAE വെസ്റ്റ് അങ്ങനത്തെ കുറെ ക്ലബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്പാനിഷ് എക്സ്പീരിയൻസ് ഒക്കെ അദ്ദേഹത്തിന് നന്നായുണ്ട്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാം ഈ ക്ലബിനും ഈ ആരാധകർക്കും വേണ്ടി കളിക്കാൻ ഞാൻ വളരെ എക്സൈറ്റ്മെന്റ് ആണ്, എല്ലാം സമർപ്പിക്കാൻ ഞാൻ വളരെ 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 എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇരിക്കുന്നത്. UAE വെസ്റ്റ് എന്ന് പറയുന്ന ക്ലബിലാണ് അദ്ദേഹം അവസാനമായി കളിക്കുന്നത്. പിന്നെ ഒത്തിരി ക്ലബുകൾ കളിച്ചത്, വായിക്കൊള്ളാത്ത പേരാണെന്നുകൊണ്ട് ഞാനിത് പറയുന്നില്ല. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന് ഒരു ഏരിയയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഹൈറ്റ് കാരണം നമ്മുടെ മൊട്ടോഡോ ഫോണിനെയൊക്കെ പോലെ ഒരുപക്ഷെ പെർഫോം ചെയ്യാനായിരിക്കും.
അദ്ദേഹം ഇന്ത്യൻ കണ്ടീഷൻസ് അഡാപ്റ്റ് ആവുകയാണെങ്കിൽ മൊട്ടോഡോഫോളിനെ പോലെ പെർഫോം ചെയ്യാനാകുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഏരിയൽ പ്രസൻസ് അത് മികച്ചത് തന്നെയാണ്. അപ്പം അങ്ങനെ അത്രയും ഒരു എബിലിറ്റി ഉള്ള താരത്തെയാണ് എന്തായാലും എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ CEO പറയുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ വേഴ്സിറ്റാലിറ്റിയും ഒക്കെ നമുക്ക് ഉപകാരം ചെയ്യും എന്നാണ് അദ്ദേഹവും പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ CEO എപ്പോഴും പറയുന്നത്. എന്താണ് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.